നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. പവേർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. അറബിക്കടലിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നാവികസേനകൾ മുഖാമുഖം. ഇരു സേനകളും അടുത്തെന്ന് വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്ത്. ഇരു സേനകൾ അടുത്തെന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഗുജറാത്ത് തീരത്തിന് 85 നോട്ടിക്കൽ മൈൽ അകലെ ഇന്ത്യൻ നാവികസേനയുടെ നേവൽ ഫയറിംഗ്. പാക് നാവികസേനയും അഭ്യാസങ്ങൾ നടത്തി. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ നടപടി ഇന്ത്യ കടുപ്പിക്കുകയാണ്. ബംഗളൂരു ചിക്കജാലയിൽ വിദേശ വനിത കൊല്ലപ്പെട്ട നിലയിൽ. നൈജീരിയ സ്വദേശിയായ ലൊവീതാണ് കൊല്ലപ്പെട്ടത്. യുവതിയുടെ തലയ്ക്കും കഴുത്തിലും ഗുരുതരമായ മുറിവുകളുണ്ട്. 33-കാരിയായ ലൊവേത്തിന്റെ മൃതദേഹം ഇന്നലെ രാവിലെയോടെയാണ് ചിക്കജാലയിലെ റോഡിനോട് ചേർന്നുള്ള മൈതാനത്ത് കണ്ടെത്തിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചിക്കജാല പോലീസ് സ്ഥലത്തെത്തി. അംബേദ്കർ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ കഴുത്തിനും തലയ്ക്കുമേറ്റ മാരകമായ മുറിവുകളാണ് മരണകാരണം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും മൊബൈൽ ഫോണുകൾ പിടികൂടി. ജയിൽ ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് 10ാം ബ്ലോക്കിൽ നിന്നും ഫോൺ പിടിച്ചെടുത്തത്. 1ാമത്തെ സെല്ലിന്റെ പിറകുവശത്തായാണ് 2 സ്മാർട്ട് ഫോണുകൾ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരാഴ്ചക്കിടെ 5 ഫോണുകളാണ് ജയിലിൽ നിന്നും പിടികൂടിയത്. ഫോണുകൾ ആരുടേതാണെന്നതിൽ വ്യക്തത വരുത്തുന്നതിന് അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തടവുകാരിൽ ചിലർ ജയിലിനകത്ത് സുഖവാസം തുടരുകയാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തുവന്ന വാർത്തകൾ. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പാട്ടിനോളം മൂർച്ചയുള്ള വാക്കുകളുമായി പുലിപ്പല്ല് കേസിൽ ജാമ്യം നേടിയതിന് പിന്നാലെ പ്രതികരണവുമായി റാപ്പർ വേടൻ. സമൂഹത്തിൽ ഇരട്ടനീതി എന്നത് തർക്കമില്ല. കേസ് വേദനിപ്പിച്ചോ എന്ന ചോദ്യത്തിന് നിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ എന്നെയും വേദനിപ്പിച്ചെന്നായിരുന്നു വേടന്റെ മറുപടി. വിവേചനമുള്ള സമൂഹമാണ് നമ്മുടേതെന്നും എല്ലാവരും ഒരുപോലെയല്ലെന്നും വേടൻ പ്രതികരിച്ചു. റാപ്പർ വേടനെ പിന്തുണച്ച് വനമന്ത്രി AK ശശീന്ദ്രൻ. വനംവകുപ്പിന് വീഴ്ച സംഭവിച്ചു എന്ന് പരോക്ഷമായി സമ്മതിച്ച മന്ത്രി AK ശശീന്ദ്രൻ. കേസ് സ്വാഭാവിക നടപടിയെന്ന മുൻ നിലപാട് മന്ത്രി തിരുത്തി. കേസ് സങ്കീർണമാക്കിയതിലെ അതൃപ്തി AK ശശീന്ദ്രൻ പരസ്യമായി പ്രകടിപ്പിച്ചു. വേടൻ സാമൂഹ്യ ബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള കലാകാരനാണെന്ന് മന്ത്രി പറഞ്ഞു. പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം നടന്ന് ഒരാഴ്ച പിന്നിട്ടു. ആക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികൾ ദക്ഷിണ കാശ്മീരിൽ സജീവമായി തുടരുന്നതിന്റെയും ഒളിച്ചിരിക്കുന്നതിന്റെയും ശക്തമായ സൂചനകൾ ലഭിക്കുന്നുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി വൃത്തങ്ങൾ അവകാശപ്പെട്ടു. ഏപ്രിൽ 22-ന് പഹൽഗാമിലെ ബൈസ്രൻ താഴ്വരയിൽ നടന്ന ആക്രമണത്തിനിടെ സുരക്ഷാസേന പെട്ടെന്ന് തിരിച്ചടിക്കുവാൻ ശ്രമിച്ചാൽ പ്രതിരോധിക്കുവാൻ കൂടുതൽ ഭീകരർ അകലം പാലിച്ചതായി സംശയമുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ടൂറിസ്റ്റുകൾ കാശ്മീർ വിട്ടോടുകയല്ല, കാശ്മീരിലേക്ക് പോവുകയാണ് വേണ്ടതെന്ന സന്ദേശവുമായി 12 മലയാളികൾ പഹൽഗാമിൽ. 2 ആഴ്ച മുൻപാണ് പാലക്കാട്ടുകാരായ 12 പേരുടെ യുവസംഘം കാശ്മീർ സന്ദർശനത്തിന് തീരുമാനമിട്ടത്. മുൻപ് പല പ്രാവശ്യം ഗോവ ട്രിപ്പ് അടിച്ച് ബോറടിച്ചപ്പോഴാണ് ഇത്തവണ സ്ഥലം മാറ്റിപ്പിടിക്കാമെന്ന നിർദ്ദേശം വന്നതും. എന്നാൽ അത് ഇത്തരമൊരു നവ്യാനുഭവം സമ്മാനിക്കുമെന്ന് വിചാരിച്ചതുമില്ല. ജെറുസലേമിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ പടരുന്ന വൻ കാട്ടുതീ ഇസ്രായേലിൽ ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് കാരണമായി. ആയിരക്കണക്കിന് നിവാസികളെ ഒഴിപ്പിക്കുവാൻ നിർബന്ധിതരാക്കി. രാജ്യ തലസ്ഥാനത്തിന് മുകളിൽ കട്ടിയുള്ള പുകപടലങ്ങൾ പരത്തി. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീപിടുത്തങ്ങളിലൊന്നായി അധികാരികൾ വിശേഷിപ്പിച്ച തീപിടുത്തം ബുധനാഴ്ച ആരംഭിച്ചു. വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റും കാരണം അതിവേഗം തീ പടർന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.